നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മനുഷ്യർ യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ അലൻ പ്രിൻസ് എന്ന കൗമാരക്കാരൻ രചിച്ച് നെൽസൺ പീറ്റർ സംഗീതം നൽകി പ്രിയ ഗായിക സുജാത ആലപിച്ച ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം മറുനാടും മലനാടും.
ഭൂമിയിൽ പിറക്കാനൊരിടമില്ലാതെ കാലിത്തൊഴുത്തിൽ പിറന്ന് മാനവരാശിയുടെ പാവം മുഴുവൻ സ്വന്തം ജീവരക്തത്താൽ കഴുകിയെടുത്ത യേശുദേവൻ്റെ അനുഭവങ്ങൾ നാം നിരവധി കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട 2 ജന്മങ്ങളെ നമ്മൾ ഇന്നറിയുന്നു. UAE അലൈനിലെ ശ്രീ ജോൺ പോളും ഭാര്യ ജിയനെയും. അറിയാം, കേൾക്കാം ആ ജീവിതം. ദൈവവചനത്തിൽ നാം കേൾക്കുന്നു, പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇത് ജോൺ പോൾ, ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ. അസ്തമിക്കുമായിരുന്ന ഒരു ജീവിതത്തെ ഉദയസൂര്യന്റെ പ്രഭ പോലെ പുതിയ ജീവിതത്തിലേക്കെത്തിച്ച ഭാര്യ ജിയനയോടൊപ്പം സന്തോഷത്തോടെ ഇന്ന് UAEയിലെ അലൈനിൽ കഴിയുന്നു. ജിയനയാണ് ശരിക്കും 2007 ആദ്യം ഈ ദുബായിൽ ജോലിക്കായിട്ട് ദൈവം എല്ലാം ക്രമപ്പെടുത്തി ദൈവം നയിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വരാൻ ദൈവം അവസരമൊരുക്കിയത്. ഞങ്ങൾ 2 പേരും ആതുര ശുശ്രൂഷയിൽ നഴ്സുമാരാണ്. കോട്ടയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്ന സുധാമണിയുടെയും വിജയന്റെയും മകനാണ് ഒരിക്കൽ വെറുക്കപ്പെട്ടവനായിരുന്ന ഓം പ്രകാശ്. ഒരു വിവാഹത്തിലൂടെ തങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കോട്ടയം ജില്ലയിൽ സുധാമണിയുടെയും വിജയൻ്റെയും മകനായി ജനിച്ച ഓം പ്രകാശ് എന്ന എനിക്ക് എൻ്റെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 200-ൽ പരം വിവാഹ ആലോചനകൾ സത്യത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. ആ ഇരുണ്ട നാളുകളിലാണ് UK-യിൽ തൊഴിൽ തേടിപ്പോകണമെന്ന ആഗ്രഹം സഫലമാകുന്ന വേളയിൽ അനില എന്ന പെൺകുട്ടി ഓം പ്രകാശിനെ വിവാഹം കഴിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി ദൈവം ആദ്യം മുതലേ തിരഞ്ഞെടുത്തതും പദ്ധതിയിട്ടതും പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകലിലെ അനില ഭവനത്തിൽ അനില എന്ന കുട്ടിയിലായിരുന്നു. കല്യാണത്തിന് ഇത് ആലോചനയൊക്കെ വന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കണ്ടെങ്കിലും അവരൊന്നും വേറെ എങ്ങും അന്വേഷിച്ചില്ല. അതിനുശേഷം കല്യാണത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ഈ പയ്യനെ പറ്റി ഒന്ന് അന്വേഷിക്കുക, ബാംഗ്ലൂർ പഠിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അന്വേഷിച്ച് വന്നപ്പം കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അവർക്ക് ഒരു ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ച് പറയുകയാണ്, ചേച്ചി ഈ പയ്യൻ്റെ പേര് ഓംപ്രകാശ് എന്നാണ്, പുള്ളി പുകവലി മദ്യപാനം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ചേച്ചിക്ക് പറ്റിയൊരു കല്യാണാലോചന അല്ല. ആ വിവാഹത്തിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എടുത്ത സഹനം അത് ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത തരത്തിൽ പോലും ഒരു ദൈവമഹത്വമാക്കി മറുനാട്ടിൽ കർത്താവ് അത് മാറ്റുകയായിരുന്നു. ഒരു വശത്ത് പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ, മറുവശത്ത് ഭർത്താവ് എന്ന ക്രൂരത സഹിക്കുകയായിരുന്നു കുടുംബത്തിന് വേണ്ടി അവൾ. ഞാൻ പ്രതീക്ഷിച്ചതിലോ ഞാൻ കണ്ടതിലോ ഒക്കെ വളരെയേറെ സഹിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്നെ പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സഹനവേളയിലൊക്കെ ഞാൻ ഈശോയോട് തന്നെ, മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോയത്. കാരണം എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ. അനിയത്തിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ജീവിത സാഹചര്യം ഇങ്ങനെയാണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ സഹനവേളയിലൊക്കെ എനിക്ക് മാതാവിനോടുള്ള പ്രാർത്ഥനയും ഈശോ എന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് 5.5 വർഷം സഹിക്കാൻ സാധിച്ചത്. കരഞ്ഞു കണ്ണീർ വറ്റിയ കണ്ണുകൾ നിർജീവമായി. ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് എൻ്റെ അപ്പനെ നീ നേരത്തെ ഇടുകയോ, എനിക്ക് ആങ്ങളമാരെ തന്നിട്ടില്ല, പിന്നെ നീ എനിക്ക് എന്താ ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നതെന്ന് ഈശോയോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഈശോ എനിക്ക് തന്ന മറുപടി ഇതാണ്, നിനക്ക് എന്നെ തന്നെ അപ്പനായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഒരിക്കൽ പോലും അതെങ്ങനെ ഞാൻ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് അന്ന് അറിയില്ല. പക്ഷേ ഈശോനോട് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം. ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട അച്ഛനു പകരമായി കണ്ട യേശു പ്രകാശമായി അനിലയിൽ ചൊരിഞ്ഞു. ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞപ്പോൾ 2 കൈകളും നീട്ടി കോരിയെടുത്തു. അത്ഭുതങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചതൊക്കെയും. ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത്. ICU സ്റ്റാഫായിരുന്നു. അപ്പോൾ ICU എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു ഡ്യൂട്ടി, 12 മണിക്കൂറത്തെ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഹസ്ബൻഡ് ഞാൻ ഫുഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ആ ഫുഡ് എടുത്ത് കളഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയിട്ട്, എന്നിട്ട് വീണ്ടും എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിച്ചു. അപ്പോഴത്തെ 2 മണിയൊക്കെ ആയി. പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ സെയിം തന്നെയായിരുന്നു. അങ്ങനെ 2 ദിവസം ഞാൻ ഉറങ്ങിയില്ല. പിന്നെ 3-ാമത്തെ ദിവസം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങ് വഹിച്ച കുരിശിന് ഒരുപാട് ഭാരമുണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് ഒരു ദിവസം കൊണ്ട് വഹിച്ചു തീർത്തു. അങ്ങ് പറഞ്ഞിട്ട് ഞാനെടുത്ത കുരിശ് കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഞാൻ സഹിക്കുക. ഇനി എനിക്ക് ഒരു നിമിഷം പോലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വളരെ ടയേർഡായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ
ഞാൻ പലപ്പോഴും ഹസ്ബൻഡിനെ പ്രാർത്ഥനയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ വരും. പക്ഷേ ഒരിക്കൽ പോലും ഒരു സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ പുള്ളി ഒരിക്കലും ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് ബെല്ലടിച്ച് കതവ് തുറക്കുമ്പം എന്നോട് ആദ്യമായിട്ട് ഓംപ്രകാശ് പറയാം, നീ പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. പക്ഷേ ഞാൻ പുറകിലിരുന്നു, ആൾ മുമ്പിലിരുന്നു. ആദ്യം മുട്ടുകുത്തി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് അന്ന് ആദ്യമായിട്ട് പുള്ളിയിൽ നിന്നത് കാണുക. അനില പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഒരു ചിത്രം ഒട്ടിച്ചിരിക്കുന്ന വോളിൻ്റെ അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ മുട്ടുകുത്തുന്നത്. പ്രാർത്ഥിച്ചത് അത് തന്നെയായിരുന്നു. എൻ്റെ പിശാച്, പുകവലി, മദ്യപാനം, എന്നെ രക്ഷിക്കണേ ദൈവമേ. അന്ന് യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല. എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ. അങ്ങനെ അന്ന് അവിടെ 40 മിനിറ്റോടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ എഴുന്നേറ്റു, നേരെ പോയി കിച്ചണിലെ കബോർഡിൽ നിന്ന് മദ്യം എടുത്തു, ഗ്ലാസ്സിനകത്ത് ഒഴിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ട് തിരിച്ചു വന്ന് ഫ്രിഡ്ജ് തുറന്ന് ഐസും എടുത്ത് അവിടെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈശോയുടെ ആ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് പുള്ളിങ്ങനെ കഴിക്കാൻ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ ചൂണ്ടോട് അടുപ്പിക്കുമ്പോൾ ചൂണ്ടോട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ അവിടെ താത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ എടുക്കുന്നു, തവി എടുക്കുന്നു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊന്നും പറയാറുമില്ല സാധാരണ. എന്നിട്ട് ഇങ്ങനെ മദ്യമൊക്കെ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വെപ്രാളം. അങ്ങനെ റൂം മുതൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഫുള്ള് റൂമിൽ കൂടെ നടന്നിട്ട് നേരെ ബാൽക്കണിയിൽ ചെന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ഇങ്ങനെ ചുണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റർ കത്തിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്ക് അത് ചുണ്ടോട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം, 85-90 സിഗരറ്റ് 100 സിഗരറ്റിനടുത്ത് ഡെയിലി വലിക്കുമായിരുന്നു. എൻ്റെ കയ്യിലൊക്കെ ഈ വിരലിൻ്റെയൊക്കെ കളർ പോലും ബ്ലാക്ക് കളറായിരുന്നു, നിക്കോട്ടിൻ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽ ഞാൻ ഓടിച്ചെന്നൊരു സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് കത്തിക്കാൻ നോക്കിയിട്ട് എനിക്ക് ആ ലൈറ്റർ കണക്ട് ചെയ്യാൻ, ഫ്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഈ പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ സിഗരറ്റ് വലിച്ചതാണ്. പക്ഷെ ഇതിന് ശേഷം പറ്റുന്നില്ല. അതെൻ്റെ ജീവിതത്തിലെ, എൻ്റെ അത്രയും നാളത്തെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് വഴിതിരിയുമായിരുന്നു. അന്ന് ആ മാറ്റം കിട്ടുമ്പം ഒരു സിഗരറ്റ് പാക്കറ്റിനകത്തൊരു 6 സിഗരറ്റ് ബാക്കിയുണ്ട്. ബാക്കി ഫുള്ള് വലിച്ച് തീർത്തതാണ്. അപ്പോൾ അന്ന് ഞാൻ കണ്ടു ഇങ്ങനെ പുകവലിക്കാനോ മദ്യപിക്കാനോ സാധിക്കാതിരുന്നത്. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം എൻ്റെ മനസ്സിലുണ്ട് ഒരു ഡൗട്ടുണ്ടായിരുന്നു പുള്ളി വലിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് എന്നും വന്ന് പുള്ളിക്കാരൻ കാണാതെ നോക്കുമ്പോൾ 6 സിഗരറ്റ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു മാസം ആയപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഒരിക്കൽ പോലും ഈ കുപ്പി ബാലൻസ് ഇരുന്നതെല്ലാം ഇങ്ങനെ ഇതിനകത്ത് കമത്തിക്കളഞ്ഞു. എന്നിട്ട് ആ കുപ്പി കളയുകയും ചെയ്തു. ചെറിയവനിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. ഈ ദൈവവചനം പോലെ ഓം പ്രകാശിൽ ദൈവം പ്രവർത്തിച്ചു. ഒരു നിമിഷം മതി ദൈവം നമ്മെ തൊടാനെന്ന് അന്ന് അയാൾ അറിഞ്ഞു. ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ മദ്യപിക്കാൻ പ്രേരണ തരുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഞാൻ പുകവലിക്കാൻ സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് കത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ തല്ലാനും വണ്ടി കുഴിയിലേക്ക് മറച്ചിടാനും ഭക്ഷണം കൊണ്ട് ദൂരെ കളയാനും തലയണ വെച്ച് ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുന്നതൊരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന പ്രേരണയല്ല. സോ പൈശാചികമാകുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ നയിച്ചിരുന്നത് ഒരു വേദനിപ്പിക്കുകയും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാനും പ്രേരണ നൽകുന്ന ഒരു അരൂപിയാണെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് എൻ്റെ എന്തൊരു കാര്യമുണ്ടെങ്കിലും ഞാനത് ജിയന്നയായിട്ട് ആലോചിക്കും. ജിയന്ന പറയുന്ന വാക്കിന് ഞാൻ വില കൊടുക്കും. നീണ്ട 5.5 വർഷത്തെ ശക്തമായ പ്രാർത്ഥനയിൽ 1000 മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ട മകനായി ആ വെറുക്കപ്പെട്ടവൻ മാറി. ഞാൻ പ്രസംഗം കേട്ട് യേശുവിനെ എൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചതല്ല. ഞാൻ കൺവെൻഷൻ പന്തലിലോ ധ്യാന കേന്ദ്രങ്ങളിലോ പോയിട്ടല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. 5.5 വർഷം ജിയന്ന കണ്ട ജീവിത പങ്കാളിയിൽ വന്ന മാറ്റം ഈ മറനാട്ടിൽ അത് കൂടുതൽ അനുഭവിക്കുകയും തിരിച്ചറിയുകയും അത് കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് ജിയന്നയാണ്. ഈ മകളെടുത്ത ഇനീഷ്യേറ്റീവും പ്രാർത്ഥനയിലൂടെയും തങ്ങളുടെ മകൻ്റെ ജീവിതം മാറ്റപ്പെട്ടത് അറിഞ്ഞ എൻ്റെ മാതാപിതാക്കന്മാർ സന്തോഷിക്കുന്നു. ഇന്നവരെല്ലാവരും ഞങ്ങളെ പ്രതി സന്തോഷിക്കുകയാണ്. ഇന്നീ ചുണ്ടുകളിൽ ദൈവവചനങ്ങളാണ്. കണ്ണുകളിൽ കാണുന്നത് ലോകത്തെയാണ്.
മനുഷ്യനെയാണ്. കാണാതെ ആ വ്യക്തിക്ക് വേണ്ടി അറിയാത്ത ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കുണ്ടാകുന്ന മനസ്സാണ് ദൈവസ്നേഹം. ജോൺ പോളിൻ്റെയും ജിയന്നയുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ നടന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. അനില പ്രാർത്ഥിച്ച് പോകുന്നത് കണ്ട ഒരു ഇത്. അന്ന് സിഗരറ്റും മദ്യമൊന്നും വലിക്കാൻ പറ്റിയില്ല, ശരിയാണ്, ഒത്തിരി ശ്രമിച്ചു. ഞാനത് കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ ഒരു 7:30 ആയപ്പം ഫോൺ ബെല്ലടിച്ചു. അന്നേരം എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്തപ്പം വൈഫായിരുന്നു. അന്നേരം എന്നോട് പറയുന്നത്, അനുചേട്ടാ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് അനുചേട്ടാ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് അന്ന് ആ ഒരു രാത്രിയിലാണ് പുള്ളിക്ക് പുക വലിക്കാനോ മദ്യപിക്കാനോ സാധിക്കാതിരുന്നത്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന ഒരു വാർത്ത ഇതാണ്, പ്രഗ്നൻസി പോസിറ്റീവാണെന്ന്. ഇത് കേട്ടപാടെ ഞാൻ ഓടി ചെന്നിട്ട് ഈശോയുടെ ഫോട്ടോയിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അനിൽ എടുക്കുന്ന പോലെ ഞാൻ ആ വചനം വെച്ചിരുന്ന ബോക്സിൽ നിന്ന് ഒരു വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ കണ്ടത് സങ്കീർത്തനം 127 3-ാമത്തെ വചനമാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അനുഗ്രഹീതവും. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. കാര്യം എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രഗ്നൻസി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഒരിക്കലും പോയി തൊട്ട് നോക്കാത്ത ആ വചനത്തിൻ്റെ ബോക്സിൽ നിന്ന് ഒരു വചനം എടുത്ത് നോക്കുന്നത് സങ്കീർത്തനം 127 3-ആണ്. അതൊന്നും ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടായിരുന്നു. 5.5 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നേരത്ത് കിട്ടിയ പ്രഗ്നൻസിയിലുണ്ടായിരുന്ന ഉദരത്തിലായിരുന്ന സാക്കിലുണ്ടായിരുന്ന കുഞ്ഞ്, ആ സാക്ക് റപ്ചറായി. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനായി. അങ്ങനെ ദുബായിലൊരു ഹോസ്പിറ്റലിൽ എൻസർക്കുലേജ് പ്രൊസീജിയർ ചെയ്തു. അവിടെ ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ആ ഒരു വേർപാട് തിരിച്ചറിഞ്ഞപ്പം എൻ്റെ വൈഫ് എന്നോട് പറയുമായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട്, അനുചേട്ടാ ഇനി നമുക്ക് വീണ്ടും കുഞ്ഞിനെ ദൈവം തന്നാൽ, ഈശോ തന്നാൽ ഹല്ലേലൂയ, കുഞ്ഞിനെ ഈശോ തന്നില്ലെങ്കിലും നമ്മൾ ഹല്ലേലൂയ പറയും. ഇനി വീണ്ടും നമുക്ക് ഈശോ കുഞ്ഞിനെ തന്നിട്ട് ഇതുപോലെ എടുത്ത് നമ്മുടെ ഇന്ന് വീണ്ടും കൊണ്ടുപോയാലും നമ്മൾ ഈശോയ്ക്ക് ഹല്ലേലൂയ പറയും. ആ ഒരൊറ്റ വാക്ക് എന്നെ വലിയ സ്പർശിച്ചു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാൻ ആരോടും പറഞ്ഞില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പുതിയ മകനാകണം, എനിക്ക് യേശുവിൻ്റെ മകനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ സാഹചര്യവും സന്ദർഭങ്ങളും ദൈവം ഒരുക്കി. അങ്ങനെ മാമോദീസ എന്ന കൂദാശയിലൂടെ ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ക്രിസ്തുവിൻ്റെ മകനായും വീണ്ടും ജനിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ദൈവമിട്ട പേരാണ് ജോൺ പോള്, എൻ്റെ വൈഫിന് ജിയന്ന. കാണാത്തവർക്ക് വേണ്ടി കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനെങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയും? വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 യോഹന്നാൻ 4:20 വചനം പറയുന്നു, ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാണപ്പെടുന്ന തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത തൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഈ വചനമാണ് അറിയാൻ മേലാത്തവരെ വേണ്ടി പോലും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഞങ്ങളെ നയിക്കുന്നതും. ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പലതും ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിനച്ഛനെ തടവറയിൽ ആയിരിക്കുന്ന സമയത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ജെർമിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടയനെ ഞാൻ നിങ്ങൾക്ക് തരും, അവൻ നിങ്ങളെ ജ്ഞാനത്തോടെ വിവേകത്തോടെ നയിക്കും. ഈ ഒരൊറ്റ വചനമാണ് ആ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും മുറിക്കാത്ത കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഈശോയെ അച്ഛനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ അതിന് പ്രാർത്ഥിക്കേണ്ട ഒരു വചനം തരാമോ? അങ്ങനെ പ്രാർത്ഥിച്ച് 5 മാസം 17 ദിവസം കഴിഞ്ഞപ്പം 18-ാം ദിവസം രാവിലെ പ്രഭാതത്തിൽ ആ ഒരു കാര്യം മനസ്സിൽ വന്ന് ബൈബിള് തുറന്നപ്പം കിട്ടിയ വചനം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16:25-26 പൗലോസും സീലാസും കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി, കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു, ചെങ്ങലകൾ അഴിഞ്ഞു. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷമായിരുന്നു 18 മാസം അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ റിലീസ് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇച്ചിരി പായസം വെക്കാവോ? നമുക്ക് വെക്കാൻ അനുചേട്ടൻ പോയി വാങ്ങിച്ചു. ഞാൻ അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രമാക്കുന്നതിനൊരു കേക്കും വാങ്ങിക്കണം. അങ്ങനെ ഞാൻ ആ കേക്കും വാങ്ങിച്ചു. ആ കേക്കിൻ്റെ മേളിൽ എനിക്ക് കിട്ടിയ വചനം എഴുതി ആ ഡേറ്റും എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം ഓടി വന്നത് കണ്ടു. 12 മണിക്ക് മുമ്പ് ആ കേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പായസം ഉണ്ടാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ്, ആ ദൈവം ചെയ്ത വൻ കാര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ച് ഞങ്ങൾ 3 പേരും ദൈവത്തെ ആരാധിച്ചു. ലോകത്തിനോട്
മനുഷ്യരോടോ ഞങ്ങളുടെ കൂട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ ആരോടും ഈ വിവരം ഷെയർ ചെയ്തില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കും എൻ്റെ വൈഫിനും ജോയ്സിക്കും. അത് ആ റൂമിൽ തീർന്നു. അച്ഛൻ റിലീസായി കഴിയുമ്പം അച്ഛൻ എവിടെ വന്ന് ബലി അർപ്പിക്കാൻ നേരത്തും അച്ഛൻ്റെ ബലിയിൽ പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ജിയന്ന എന്നോട് പറഞ്ഞ് കടയിൽ പോയി സ്വല്പം പച്ചമുളകും സവോള ഇഞ്ചിയൊക്കെ വാങ്ങിക്കാൻ ചേട്ടാ, അത് തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു ഫോൺ വന്നു. ആ ഫോൺ ഫുജേറയിലെ ജോയി അച്ഛൻ്റെ ആയിരുന്നു. ഞാനും ടോം ഉഴുന്നാലച്ഛനും ജോർജ് അച്ഛനും ഷാൽബിൻ അച്ഛനും നിൻ്റെ വീട്ടിലോട്ട് വരികയാണ്, നമുക്ക് ഒരുമിച്ച് ചോറുണ്ണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും പായസം കുടിച്ചതും കേക്ക് വാങ്ങിച്ച് മുറിച്ചതും പോലും സ്വർഗത്തിലിരുന്ന് കണ്ട് മാനിച്ച ദൈവം ഒരു പരിചയമില്ലാത്ത അച്ഛനെ ഞങ്ങളുടെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളോടൊപ്പം ഒരു 4.5 മണിക്കൂർ സന്തോഷത്തോടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ടേബിള്, പ്ലേറ്റ്, ഗ്ലാസ്, ആ ടേബിളിൽ ഏത് ഭക്ഷണം വെച്ച് വിളമ്പിയാലും ആദ്യം പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഞങ്ങളുടെ ടോമച്ചൻ്റെ വയറ് നിറച്ചിട്ട് മിച്ചമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തരാവുള്ളൂ. അതിൻ്റെ പൂർണ്ണതയിലായപ്പം ദൈവം ആ ടോമച്ചനെ അതേ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിരുത്തി അതേ പ്ലേറ്റും അതേ ഫോർക്കും ഒക്കെ സാക്ഷി നിർത്തി ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ദൈവം അനുവദിച്ചു. വിളിച്ചാൽ വിളി കേട്ട് മറുപടി നൽകുന്ന ദൈവസ്നേഹം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ തേടിയെത്തുന്ന ദൈവസ്നേഹം, അങ്ങനെയുള്ള ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാരിപ്പുണർന്ന മാതൃസ്നേഹമെല്ലാം അനുഭവിച്ചുള്ളൊരു ജീവിതം, അത് ഞങ്ങൾക്ക് 2 പേർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം ഈ ജീവിതത്തിൽ നൽകുകയാണ്. അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകും മറ്റുള്ളവരുടെ വേദന ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇരുണ്ട കാലം വിട്ട് പ്രകാശത്തിന്റെ പുതിയ ആകാശം തേടി ഈ ഇണകൾ നടന്നു. നന്മയുടെ വഴിയിലൂടെ ഒരേ മനസ്സോടെ യേശുവിൻ്റെ പാദങ്ങളായി. മറുനാടും മലനാടും എന്ന ഈ ഒരു പ്രോഗ്രാമിൽ മറുനാട്ടിൽ വെച്ച്, ഈ മരുഭൂമിയിൽ വെച്ച് ഒരു മകളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം വരണ്ട ഭൂമിയിൽ ദാഹജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്നൊരനുഭവം ഓം പ്രകാശിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദേശത്ത് മലനാട്ടിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാ മലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് മറ്റുള്ളവർക്കായി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങൾ തൊട്ട ഈ മനുഷ്യജന്മങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമുക്ക് സാന്ത്വനമായി, ആശ്വാസമായി. അനുഭവമുള്ളവർക്കേ അത് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാണ് ഞങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അനില ജിയന്ന ഓംപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ മാറ്റുവാൻ ജിയന്ന പ്രാർത്ഥിച്ച വഴിയിലൂടെ ജിയന്നയ്ക്കത് ഫലവത്തായി. ആ അനുഭവം ജിയന്ന പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിലെ മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന സന്ദർഭവും സാഹചര്യവും അതുമായിട്ട് കണക്റ്റായി. ഞാൻ മുട്ടുമടക്കുന്നു. പിന്നെ മദ്യപിക്കാനായിട്ട് പറ്റുന്നില്ല, പുകവലിക്കാൻ പറ്റുന്നില്ല, വേദനിപ്പിക്കാൻ പറ്റുന്നില്ല. സന്തോഷവും സമാധാനവും സ്നേഹത്തോടെ ജീവിക്കാനായിട്ടുള്ള പ്രേരണ കിട്ടുന്നു. ബൈബിൾ ക്ലാസ്സിൽ പോകാത്ത, വിശുദ്ധ ഗ്രന്ഥം എന്തെന്നറിയാത്ത എൻ്റെ ഹൃദയത്തിൽ വചനം നിറയുന്നു. ലോകമെമ്പാടും ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ ഒരു പുതിയ ജന്മത്തിന്റെ പിറവി പ്രേക്ഷകർക്കായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് യേശുദേവന്റെ അനുഗ്രഹം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇനി അടുത്തയാഴ്ച ശുഭരാത്രി.